ഹേ ഗൈസ്, അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ഷൂട്ടുണ്ട് ഇന്നലെ അതിൻ്റെ പൂജ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പൂജ ഇന്നലെ കുറച്ച് ഷോട്ടൊക്കെ എടുത്ത് ഇന്നും ഷോർട്ട് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ രാവിലെ പള്ളിയിൽ പോയതിനു ശേഷം 10 മണിക്കാണ് നമ്മുടെ ഷൂട്ട് തുടങ്ങാനായിട്ട് പോകണം. സമയം ആയി വരുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഒരു ഷോർട്ട് ഫിലിമാണ്. സംഭവം അടിപൊളി സാധനമാണ്, കഥയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും അത് ഉടനെ ഇറങ്ങും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഷൂട്ട് നടക്കാനായിട്ട് പോവുകയാണ്. 2 ദിവസത്തിൻ്റെ അകത്ത് എനിക്കും ഇന്നും കൂടെ ഉള്ളൂ ഷൂട്ട് എന്നാണ് അവർ പറഞ്ഞ്. തീർന്നതനുസരിച്ച് ഇന്നലെ തന്നെ ഏകദേശം ഒരു 5:30 കഴിഞ്ഞെന്ന് തോന്നുന്നു. 5:30 കഴിഞ്ഞു ഷൂട്ട് തീർന്നപ്പം. രാവിലെ തുടങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ ഫുള്ള് അപ്ഡേറ്റ് ചെയ്യണത് ഫുള്ളും ഇൻസ്റ്റാഗ്രാമിലാണ്. അതിലും റീലായിട്ടൊക്കെ വരും. സോ ഫുൾ എക്സൈറ്റഡ് ആണ്. ഇനി ഡ്രസ്സും ചേഞ്ച് ചെയ്തിട്ട് ഇന്നലത്തെ സെയിം കോസ്റ്റ്യൂം തന്നെയാണ് ഇന്നും വരുന്നത്. അപ്പോൾ ഇന്നലത്തെ എൻ്റെ ബാലൻസ് ഷൂട്ടാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് നേരെ പോവാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കേട്ടാ. എൻ്റെ കിള്ളം വെയിൽ 11 മണിയായി. ഇനി കുറച്ച് പേര് വരാനുണ്ട്. ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്യാം. ഒരു ഡാൻസിൻ്റെ ഷൂട്ട് മാത്രമാണ് ഇവിടെ. ഡയറക്ടേഴ്സ് അരുവിക്കര. അപ്പോൾ ഇവിടുത്തെ ഷൂട്ട് കഴിഞ്ഞ് ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഷോർട്ട് ഫിലിം വരുമ്പോൾ നമ്മൾ എന്തായാലും നോക്കാം. ആക്ടർ സിനോസ്ട്രോൾ കാട്ടാക്കട വീഡിയോ ഷൂട്ടിംഗ് നെക്സ്റ്റ് ഷോട്ട്. ഇത്ര ആളുണ്ട് ഗൈസ് നമ്മളവിടെ. പോലീസിന്റെ ഒരു ചേസിങ് സീനാണ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ പോണത്. ക്രൂ മെമ്പേഴ്സ് ഇതിപ്പോൾ ഇപ്പോൾ സമയം 3:01 ഇപ്പോഴും ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബാക്കിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ 10 മണിക്ക് എന്തോ തുടങ്ങിയ ഷൂട്ടാണ്. ഇപ്പോഴും ഇവിടെ ഉള്ള ഷോട്ട് ചെയ്യുന്നില്ല. എല്ലാവരും ഉണ്ട്. മൊബൈലിലാണ് ഷൂട്ട് ചെയ്യണം, ഐഫോൺ. ഗൈസ് ഇതടുത്ത ലൊക്കേഷൻ. മുഞ്ചി ഷൂട്ട് എടുക്കാൻ വേണ്ടി വന്നത് പെട്ട് പോവാ തന്നെ ഓടിക്കോ. പോവാ. ആ സീൻ എടുത്താലും മതിയായിരുന്നല്ലോ. എടുത്തെടുത്ത് പടിയില മൂർക്കൊന്നുമല്ലേ വാവെ വിളിക്കണോ? വാവ സുരേഷിന്. അങ്ങനെ ഡാഡിയാ ഒരിച്ച് തരട്ടാ. വെള്ളമടിക്കണ പാമ്പാണ്. ഇവിടെ അകത്തിട്ടിട്ട് നമുക്ക് പൂട്ടാം, എന്നിട്ട് നമുക്ക് ബാക്ക് ചെയ്യുന്ന എടുക്കാം. ഞാൻ കണ്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വേറൊരു കാര്യമുണ്ട്, നീ പറഞ്ഞത് നന്നായി. ഇൻ കേസ് അതിന്ന് ചിലപ്പോ അത് വല്ല വഴുതി താഴോട്ട് തലയിൽ ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ ഷൂട്ട്. നടക്കുമോ? ഷൂട്ട് നടക്കുമോ? കിടിലം പാമ്പ്. കാന്താര മതി മതി മതി. താടിയിൽ എല്ലാം സെറ്റാണ്.
ഹേ ഗൈസ്, അങ്ങനെ ഷൂട്ട് കഴിഞ്ഞ് ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ. ഇപ്പം സമയം 8:33. അതായത് ഒരു 7:30-7 മണിയൊക്കെ ആയപ്പം തന്നെ ഷൂട്ട് കഴിഞ്ഞ് എത്തിയായിരുന്നു. നൈറ്റ് ഷൂട്ട് കുറച്ചുണ്ടായിരുന്നു, പിന്നെ അല്ലാതെ കുറച്ച് ഷോട്ടൊക്കെ വെച്ച് ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞ് 2 ദിവസം ഉണ്ടായിരുന്നു എനിക്കുള്ള ഷൂട്ട്. അത് സെറ്റായിട്ടുണ്ട്. ചെറിയൊരു റോളാണ്, ചെറിയൊരു സൈഡ് റോള്. അത്യാവശ്യം നല്ല കിടിലൻ സ്ക്രിപ്റ്റാണ് കേട്ടോ. കിടിലെന്ന് വെച്ചാൽ കിടിലൻ സ്ക്രിപ്റ്റ്. അപ്പോൾ എഡിറ്റിങ്ങും ഞാൻ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് പഠിക്കുന്നത് ഷോർട്ട് ഫിലിമൊക്കെ. അപ്പോൾ എന്തായാലും വരും, ഷോർട്ട് ഫിലിം വരും, എങ്ങനെയെങ്കിലും ഞങ്ങളെ അറിയിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് കയറി കാണുക. അപ്പോൾ എന്താണ് പറയുന്നത്, ഒന്നും പറയാനില്ല ഗൈസ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല കിടിലം മഴ. മൊബൈലും ബാഗിലെടുത്തിട്ട് അടിച്ച് കൊളുത്തി ഇങ്ങ് പോന്നു. കാട്ടാക്കട കഴിഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇവിടെ ഒരു മഴ പോലും പെയ്തിട്ടില്ല. അവിടെയൊക്കെ പൊരിഞ്ഞ മഴ. അവിടെ ഷൂട്ടിങ് അരുവിക്കര, പിന്നെ അവിടെ പോയി അരുവിക്കര പാലത്തിൻ്റെ ആ സൈഡ്, പിന്നീട് മണ്ണടിക്കോണം. അവിടെ ഒരു മണ്ണടിക്കോണം എന്ന ഒരു സ്ഥലത്തായിരുന്നു ഇതിൻ്റെ ഒരു ഹൊറർ തീമിലുള്ള ഷൂട്ട് എടുത്തത്, ഒരു പഴയ വീട്. അപ്പോൾ അതിൽ കയറിയപ്പോൾ തന്നെ നല്ല ഹൊറർ ഫീലായിരുന്നു. ഫസ്റ്റ് റിയാക്ഷൻ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഷൂട്ടിൻ്റെ തിരക്കും പിന്നെ ഇതിലും കൂടെ ആയിട്ടാണ് മിക്സ് ആക്കിയാണ് എടുത്തത്. ഒരു 3-4 മൊബൈലുണ്ട്. എല്ലാം കൂടെ മിക്സ് ആക്കിയാണ് എടുത്തത്. ഒന്നിൽ ചാർജ് തീരുമ്പം മറ്റേലെടുക്കും, മറ്റേ സ്പേസ് തീരുമ്പോൾ മറ്റേത് ക്ലിയർ ആക്കാൻ വേണ്ടി കൊണ്ടുപോകും. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എടുത്തതാണ്. അപ്പോൾ ഒരു 2-3 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഷോർട്ട് ഫിലിം എന്തായാലും റിലീസ് ആവണം. അതിന് മുമ്പ് എന്തായാലും ഞാൻ വ്ളോഗ് ഇടും. അതോടൊപ്പം തന്നെ നാളെ കോളേജിൽ ലാസ്റ്റ് ദിവസം, അതായത് പ്രോജക്റ്റ് വൈബ അങ്ങനെയൊക്കെ ഉള്ള പരിപാടി. അപ്പോൾ ഇതുവരെയായിട്ട് ഒന്നും നോക്കിയിട്ടില്ല. ഇനി രാവിലെ എണീറ്റ് നോക്കാം. പ്രിൻ്റ് അടിച്ചതുപോലെ കൊണ്ടുവച്ചിരിക്കുകയാണ് റെക്കോർഡ്, അതായത് പ്രോജക്റ്റ്. അതൊന്നും വായിച്ചു നോക്കിയില്ല. അപ്പോൾ അത് വായിച്ചു നോക്കണം. രാവിലെ ആയിട്ട് എണീറ്റ് വായിക്കാം. ഇന്ന് രാവിലെ തുടങ്ങിയതാണ് ഷൂട്ട്. അപ്പോൾ ഫുള്ള് വേണം. പിന്നെ എൻ്റെ ഒരു ഷോർട്ട് ഫിലിമായിട്ടല്ല, ഒരു ഇൻസ്റ്റയിൽ റീലിൻ്റെ ആ റേഷ്യോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അതൊരു 5 പാർട്ടുള്ള ഒരു സംഭവമുണ്ട്. ഒരു ഡെലിവറി ബോയ്, ഒരു കിടിലം സാധനം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെനിക്ക് ചെയ്യണം. അപ്പോൾ കുറച്ച് ക്രൂ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. ബസ് എൻ്റെ ഒരു ഫ്രണ്ടും, പിന്നെ എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടും, പിന്നെ ബാക്കി നമ്മുടെ ട്രോൾ കാട്ടാക്കട ഫാമിലി ഉള്ള മെമ്പേഴ്സും എല്ലാം കൂടെ ആയിട്ട് മിക്സാക്കി ഒന്ന് സെറ്റ് ചെയ്യണതാണ്. അതിൻ്റെ ഷൂട്ട് ഇനിയിപ്പോൾ തുടങ്ങും. ഈ വ്ളോഗ് കഴിഞ്ഞ ഉടൻ തന്നെ ചിലപ്പോൾ അതിൻ്റെ ഷൂട്ട് എന്തായാലും തുടങ്ങും. അത് നിങ്ങളൊന്ന് അറിയിക്കണമെന്ന് തോന്നി. എന്തായാലും ഒരുപാട് ദിവസമായെന്ന് പറഞ്ഞാൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു ഇതായിട്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു കാര്യം പറയണത്. അപ്പോൾ എന്തായാലും അത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അത് ഇൻസ്റ്റയിൽ വരും, യൂട്യൂബിലും വരും. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക, എന്നാൽ ഇതുപോലുള്ള വീഡിയോസ് കാണാം. മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യണത് യൂട്യൂബാണ്. അപ്പോൾ യൂട്യൂബിൽ ചെയ്യണ വീഡിയോസ് തന്നെ എടുത്ത് മെയിനായിട്ടും ഇൻസ്റ്റയിൽ ഇടുന്നതുകൊണ്ടുള്ളതുകൊണ്ട്, പക്ഷേ അങ്ങനെയല്ല, യൂട്യൂബിലിടുന്ന വീഡിയോ എടുത്ത് ഇൻസ്റ്റയിൽ ഇടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വ്ളോഗൊന്നും ഇൻസ്റ്റയിൽ വരുന്നില്ല, ലോങ് വ്ളോഗൊന്നും ഇൻസ്റ്റയിൽ വരുന്നില്ല, ഷോർട്സ് വ്ളോഗ് മാത്രം. എന്തായാലും നിങ്ങൾ ഫോളോ ചെയ്താൽ അതോടൊപ്പം തന്നെ ഞാൻ പോണ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലായിരിക്കും പറഞ്ഞാൽ, യൂട്യൂബിൽ അത് വരില്ല. അപ്പോൾ എന്തായാലും ഉപയോഗപ്പെടും. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. എത്ര മിനിറ്റ് കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വ്ളോഗ് എടുത്താൽ എനിക്കൊരു ചാർജ് ആവുള്ളൂ. അതുകൊണ്ട് 1 മാസമായി തോന്നുന്നു വ്ളോഗൊക്കെ ഇട്ടിട്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്താരെയും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ സീരീസിനിപ്പം സ്റ്റാർട്ടാവുകയാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക, പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇനി അടുത്തൊരു കിടിലം വ്ളോഗ് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ. ഇറ്റ്സ് മീ ജിഷാൽ സൈനിങ് ഔട്ട്.